വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു ബൈത്തുണ്ട്. മഹത്തുക്കൾ ആ ബൈത്ത് ചൊല്ലിയാൽ ഈമാനോടുകൂടി മരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ദിവസവും 3 പ്രാവശ്യം ചൊല്ലാം. അങ്ങനെ ചൊല്ലുമ്പോൾ വെള്ളിയാഴ്ച ആ ബൈത്ത് ചൊല്ലാൻ നമുക്ക് ഓർമ്മയുണ്ടാവും. വെള്ളിയാഴ്ച നമ്മളിലേക്ക് കടന്നു വന്നാലോ 5 പ്രാവശ്യം ആ ബൈത്ത് ചൊല്ലും. ജുമ കഴിഞ്ഞിട്ടൊക്കെ ചില പള്ളികളിലൊക്കെ ചൊല്ലാറുണ്ട്. അത് നമ്മൾ പഠിച്ചു വെക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ മഹത്തുക്കൾ പറയുകയാണ്, ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഈമാനോടുകൂടി തന്നെ നമുക്ക് മരിക്കാൻ സാധിക്കും. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊരു വലിയ ഭാഗ്യമാണ്. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമില്ല. മരണമാണല്ലോ നന്നാവേണ്ടത്, ആഖിബത്താണല്ലോ നന്നാവേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ബൈത്ത് പഠിച്ചു വെക്കണം. ഇത് ബൈത്ത് എവിടുന്നാ കിട്ടുക? നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, ഇമേജ് സെർച്ച് ചെയ്താൽ ഇമേജ് ആയിട്ട് വരും. ഇനി അതല്ല ഫോട്ടോസ് സെർച്ച് ചെയ്താൽ ഫോട്ടോസ് വരും. ഏത് രൂപത്തിൽ വേണമെങ്കിലും സെർച്ച് കൊടുത്താൽ നമുക്ക് ഈ ബൈത്ത് കിട്ടാവുന്നതാണ്. അപ്പം എല്ലാവർക്കും അത് ഹർക്കത്തുള്ളതായിട്ടും ഇല്ലാതെ ആയിട്ടും ചൊല്ലിപ്പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ തന്നെ വളരെ റാഹത്തോടുകൂടി പഠിക്കാം. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഞാനതൊന്ന് പാടുകയാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا. സ്വർഗമാകുന്ന ഫിർദൗസാകുന്ന സ്വർഗം, ആ സ്വർഗത്തിന് ഞാൻ അർഹനല്ല അല്ലാഹ്. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, ജഹീമാകുന്ന നരകത്തിലേക്ക് പോകാൻ എനിക്കുള്ള ശക്തിയുമില്ല, എനിക്ക് ശക്തിയുമില്ല. ആ ചൂടേൽക്കാനുള്ള കഴിവെനിക്കില്ല. ഫഹബിലി തൗബത്തൻ ഫഗ്ഫിർ ദുനൂബി, അതുകൊണ്ട് എനിക്ക് അശ്വാരമായി നിന്റെ പാപമോചനവും തൗബയും നൽകണം. ഫഇന്നക ഗാഫിറു ദംബിൽ അദീമി, എത്ര തെറ്റ് ചെയ്താലും അതൊക്കെ പൊറുക്കുന്നവൻ നീയാണല്ലോ റബ്ബേ. അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. ഇതാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരും ഇതെല്ലാം വെള്ളിയാഴ്ചയോടും എല്ലാ ദിവസവും 3 പ്രാവശ്യം